ഓക്കെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ്. മറ്റേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ശരി, ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, ആ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് അതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ നല്ലോണം ആലോചിക്കാം. ഓക്കെ, ഡീപ്പ് അത് നടക്കുമോ എന്ന രീതിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമോ എന്ന് നോക്കാം. Let's see. Okay, oracle message കൂടി എടുക്കും ഞാൻ. ഓക്കെ, ജസ്റ്റ് ഓക്കെ, ഡെവിളാണ് ആദ്യം തന്നെ. ഓക്കെ, ചാരിയറ്റ്, ക്വീൻ ഓഫ് കപ്സ്, വെരി ഗുഡ്. ഓക്കെ, ഏസ് ഓഫ് കപ്സ്. ഓക്കെ, ഫോർ ഓഫ് പെൻറ്റിക്കിൾസ്, ഫൈവ് കപ്സ്, Six of Swords, Ace of Pentacles. Wow. Knight of Cups. Okay. And Two of Swords, Page of Cups. Okay. ഒരു തീരുമാനം, ഒരു ചോയ്സ്, ഒരു തീരുമാനം. ഓക്കെ, അതിൻ്റെ ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊരു ആഗ്രഹം. ഓക്കെ, ആദ്യം മേ ബി നിങ്ങളുടെ മൈൻഡിൽ തന്നെ ക്ലാരിറ്റി ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഓക്കെ, നിങ്ങൾ ഒന്ന് നന്നായിട്ട് ആലോചിക്കുക, തീരുമാനം എടുക്കുക. ഓക്കെ, ക്ലാരിറ്റി നിങ്ങളുടെ മനസ്സിൽ ആദ്യം കൊണ്ടുവരൂ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ, ഓക്കെ, ഇപ്പോൾ മേ ബി ഈ റീഡിങ് കാണുമ്പോഴുള്ള കൺഫ്യൂഷൻ ആയിരിക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ വിട്ടുതരാം നിങ്ങൾക്ക്. മേ ബി നിങ്ങളുടെ മനസ്സിൽ ഇപ്പം എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുകയായിരിക്കും. ഓക്കെ, ദാറ്റ് ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണോ അതോ കരിയറിൻ്റെ കാര്യമാണോ, ഏതിനാണ് പ്രയോറിറ്റി എന്ന്. ഓക്കെ, പക്ഷേ ഇങ്ങനെ മനസ്സ് കൺഫ്യൂസ്ഡ് ആയാൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കില്ല. ഓക്കെ, അത് മനസ്സിലാക്കാം. അപ്പോൾ ഏതിലേക്കാണ് നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുക. ഓക്കെ, ഒരൊറ്റ കാര്യത്തിലേക്ക്. അത് ആദ്യം എൻ്റെ എന്താ പറയുക, റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കണം എന്നാണെങ്കിൽ അങ്ങനെ, അല്ല എൻ്റെ കരിയർ ബെറ്റർ ആക്കണം എന്നാണെങ്കിൽ അങ്ങനെ, എനിക്ക് കുറച്ചുകൂടി പഠിക്കാനുണ്ട് എന്നാണെങ്കിൽ അങ്ങനെ. അതിലേക്ക് വേറൊന്നുമല്ല, നമുക്ക് ഫോക്കസ് കൊടുക്കാനും ഒരു വളരെ കോൺസെൻട്രേഷനോടെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഫോക്കസ് കൊടുക്കാൻ. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നടക്കില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അത് പിന്നെ വരുള്ളൂ എന്നും അല്ല. ബട്ട് ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, എന്താണ് വേണ്ടത് ആദ്യം? ഓക്കെ, ഞാൻ ആദ്യം എൻ്റെ ഒരു കരിയറിൽ ഞാനൊന്ന് ഗ്രോത്ത് ആവട്ടെ, അതിലേക്ക് ഞാൻ ആദ്യം ഒന്ന് ജോലിക്കൊന്ന് കയറട്ടെ, സ്റ്റഡി ആവട്ടെ, അങ്ങനെയാണോ നിങ്ങളുടെ മനസ്സിലെങ്കിൽ ഓക്കെ, അതിനെക്കുറിച്ച്. പക്ഷേ ഇവിടെ ഡെവിൾ കാർഡാണ് ഫസ്റ്റ് തന്നെ വന്ന്. സോ അതാണ് ഐ തിങ്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മൈൻഡിൽ ആദ്യം നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആക്കാം. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൽ ക്ലാരിറ്റി കൊണ്ടുവരാം, നെഗറ്റിവിറ്റി ഒരു കുറച്ചൊന്ന് മാറ്റിയെടുക്കാം. ഓക്കെ, മേ ബി നിങ്ങളുടെ മൈൻഡ് തന്നെയായിരിക്കാം ഏറ്റവും വലിയ ബ്ലോക്ക് നിങ്ങളുടെ. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടി പറയാറുണ്ട്, നമ്മൾ ദാറ്റ് ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെ നിങ്ങൾ കൂടുതൽ ഒബ്സസ് ആയിട്ട് ചിന്തിക്കുന്നു എന്നും പറയാം. ഓക്കെ, അതായത് ഒരു കാര്യം വേണമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അതിനെ ഒബ്സസ് ആയിട്ട് ചിന്തിക്കാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നിലേക്ക് ഫോക്കസ് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു, യെസ്, പക്ഷേ എന്ന് വെച്ച് അതിലേക്ക് അങ്ങനെ ഒബ്സഷനും പാടില്ല. അത് നടന്നേ പറ്റൂ, അതായേ പറ്റൂ, അങ്ങനെയും ഒരുപാട് സ്ട്രെസ്സും എടുക്കണ്ട. ഒരു ബാലൻസ് എപ്പോഴും, എല്ലാത്തിനും ഒരു ബാലൻസ് വേണം. ഓക്കെ, സോ ഇവിടെ ഡെവിൾ കാർഡാണ്. സോ ഡെവിൾ കാർഡ് പറയുന്ന ഒന്ന്, നിങ്ങളുടെ മൈൻഡിന് നെഗറ്റീവ് ചിന്തകളായിരിക്കാം, നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ഓവർ തിങ്കിങ് എന്നൊക്കെ പറയാം, പേടികൾ എന്ന് പറയാം, ഫിയേഴ്സ് എന്ന് പറയാം. ഡെവിൾ കാർഡ് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവിടെ വേറൊരു എനിക്കൊരു ഡെവിൾ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതെങ്കിലും വ്യക്തികളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുപാടുമുള്ള എന്തെങ്കിലും നെഗറ്റീവ് എനർജിയുടെ കാര്യമായിരിക്കാം. ഓക്കെ, അങ്ങനെയും ചിലവർക്ക് ആ ഒരു തടസ്സം ഉണ്ടാവും എന്ന് പറയാണ്. ഓക്കെ, പക്ഷെ എന്തായാലും ഇവിടെ മുന്നോട്ട് നമുക്ക് ചാരിറ്റാണ്, മൂവ്മെൻ്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ ഇതുവരെ ചിലപ്പോൾ നിങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം, പക്ഷെ അത് മാറി വരും എന്നും പറയാം. ഓക്കെ, ഇതുവരെ നിങ്ങൾ നേരിട്ട തടസ്സങ്ങൾ മാറി വരും. പക്ഷെ ഇതിൽ നിന്ന് ഐ തിങ്ക് ഈ ഒരു നെഗറ്റീവ് എനർജി, ഇപ്പോൾ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജി ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മാറി നിൽക്കേണ്ട വ്യക്തികളുണ്ടാവും. അതായത് നമ്മൾ ചിലവരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും അവരെ ഒരു നെഗറ്റീവ് എനർജി അങ്ങനെ ക്യാരി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് നമ്മളെ കൂടി ബാധിക്കും. സോ അങ്ങനെയുള്ളതിൽ നിന്ന് മാറി നിൽക്കണം. പിന്നെ ഒരുപാട് ഗോസിപ്പ് ചെയ്യൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ഓക്കെ, അഡിക്ഷൻസ് മാറാം. ഓക്കെ, അഡിക്ഷൻസ് വിടാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ പറയുന്നത്. ഇവിടെ എന്തായാലും ഒരു മാറ്റം, മൂവ്മെന്റ്. ഓക്കെ, യാത്ര, ചിലവർക്ക് യാത്ര കാണുന്നുണ്ട്, ചിലവർക്ക് മൂവ്മെന്റ് പറയാം. നിങ്ങളുടെ ജസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലൊരു മൂവ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അതിൽ മുന്നോട്ട് നിങ്ങൾക്കൊരു മൂവ്മെന്റ് കാണാം. ചിലവർക്ക് നിങ്ങൾ യാത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എവിടെയും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കും. വിദേശത്ത് പോകാനോ പുറത്തു പോകാനോ പഠിക്കാനായാലും ജോലിക്കായാലും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഇത് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഒരു സിറ്റി വിട്ട് വേറെ സിറ്റിക്ക് പോകുന്നു എന്നും പറയാം. ഓക്കെ, അങ്ങനെയാവാം. ആൻഡ് ഇവിടെ മുന്നോട്ടൊരു മൂവ്മെൻറ്റ് എന്ന രീതിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും. ആൻഡ് ക്വീൻ ഓഫ് കപ്സ് ആണ്. ക്വീൻ ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ് ഒക്കെയാണ്. സോ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഒരു പേഴ്സൻ്റെ ആയിട്ട് ഇഷ്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, അതിനൊരു വലിയൊരു യെസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹം നടക്കും എന്ന രീതിക്ക് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ അല്ല, നിങ്ങൾക്ക് കെയർ ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ്. ആക്ച്വലി ഇതൊരു യൂണിവേഴ്സിന്റെ ബ്ലെസ്സിംഗ് ആയിട്ട് നമുക്ക് എടുക്കാം. ഏസ് ഓഫ് കപ്സ് നമുക്ക് പറയാറുണ്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിംഗ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിംഗ് തരുന്നു, നിങ്ങളെ മനസ്സ് ഫുൾഫിൽ ചെയ്യുന്നു, നിങ്ങളുടെ ആഗ്രഹം ഫുൾഫിൽ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഇമോഷണൽ ഒരു സന്തോഷം തരുന്നതായിട്ട് നമുക്ക് കണക്കാക്കാം. ഏസ് ഓഫ് കപ്സ് നമുക്ക് വളരെ നമ്മളെ ഫുൾഫിൽ ചെയ്യുന്ന തരത്തിൽ, അതായത് നമ്മുടെ മൈൻഡ് ഹാപ്പി. ആക്ച്വലി ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. സോ പണത്തിന്റെ കാര്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റെബിലിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ യെസ്, നിങ്ങൾക്ക് രണ്ടിനും യെസ് ആണ്. ഫൈനാൻഷ്യൽ ഗ്രോത്തിന്റെ ആണെങ്കിൽ യെസ് ആണ്. ആൻഡ് ഇമോഷണൽ ഫുൾഫിൽമെന്റ് ആയാലും ശരി, രണ്ടും യെസ് ആണ്. ഓക്കെ, ഒരു കരിയർ ജോലിയുടെ ഓഫർ കിട്ടുമോ? യെസ്, കിട്ടും. ആഗ്രഹം നടക്കും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച ജോലി കിട്ടുമോ എന്നാണെങ്കിൽ യെസ്, നടക്കും. ഏതെങ്കിലും പേഴ്സൺ കമ്മിറ്റ്മെന്റ് തരുമോ എന്നാണെങ്കിൽ യെസ്, അതും നടക്കും. ഓക്കെ, അങ്ങനെയും പറയാം. ഇവിടെ പലതരത്തിലാണ്. നമുക്ക് എന്തായാലും ഇവിടെ ഒരു യൂണിവേഴ്സിന്റെ ഒരു ബ്ലെസ്സിംഗ് ആണ് കാണുന്നത്. തീർച്ചയായും ഒരു യെസ് ഓൾറെഡി ആൻസർ ഇവിടെ നമുക്ക് വളരെ സ്ട്രോങ് യെസസ് ഉണ്ട് ഇവിടെ. ഓക്കെ, പക്ഷേ മേ ബി ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാനുണ്ടാവും. നിങ്ങളുടെ മനസ്സിൻ്റെ ഓവർ തിങ്കിങ് ആയാലും ശരി, അല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങളായാലും ശരി. ഓക്കെ, അതിൽ നിന്ന് പുറത്തു വരാനുണ്ട്. ചില നെഗറ്റിവിറ്റി നിങ്ങളൊന്ന് മാറ്റിയെടുക്കാനുണ്ട്. അഡിക്ഷൻസ് ആവാം, നിങ്ങളുടെ അഡിക്ഷൻസ് ആവാം. എന്തെങ്കിലും നമ്മൾ ഓവർ തിങ്കിങ്ങിൻ്റെ അഡിക്ഷൻ, അതും ഒരു അഡിക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് മാറ്റിയെടുക്കാം. ആൻഡ് ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട എന്ന രീതിക്കാണ്. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള അഡ്വൈസ് ആണ്. നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട. നിങ്ങൾ പേടികൾ കൊണ്ടോ അല്ലെങ്കിൽ മുൻപ് നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവും, മുൻപ് നിങ്ങൾക്ക് ലോസസ് ഉണ്ടായിരുന്നോ, പഴയ കാര്യങ്ങൾ. ഓക്കെ, അതായത് മുൻപ് നമുക്ക് നഷ്ടപ്പെട്ട അതിനെക്കുറിച്ച്, മുൻപ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് നിങ്ങളുടെ മനസ്സിൽ. ചിലപ്പോൾ ആ നെഗറ്റീവ് തിങ്കിങ് അതിനെക്കുറിച്ചായിരിക്കാം. ഓക്കെ, ഒരിക്കൽ എനിക്ക് മുമ്പ് നഷ്ടപ്പെട്ടതാണ്, ഇനി അതുപോലെ ആയാലോ എന്നുള്ള പേടി അല്ലേ. സോ അത് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, ആ പേടിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാം. ഓക്കെ, പണ്ട് നടന്നത് പണ്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി അതുപോലെ നടക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തന്നെ നടക്കും. സോ അങ്ങനെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ 6 ഓഫ് സോർട്സ് ആണ് നിങ്ങൾക്ക് മുന്നോട്ട് പീസ്ഫുൾ ആയിട്ടൊരു ലൈഫ്. ഓക്കെ, ഒരു സമാധാനം, പീസ്ഫുൾ, നിങ്ങളുടെ മൈൻഡ് പീസ് ആവും എന്ന് പറയാം. ഓക്കെ, മനസ്സിലൊരു സമാധാനം കിട്ടുമെന്ന് പറയാം. വളരെ ശാന്തമായിട്ട്. അല്ലെങ്കിൽ ഇതും അഗൈൻ യാത്രയെക്കുറിച്ചാണ്. ചാരിയറ്റ് ആൻഡ് 6 ഓഫ് സോർട്സ് രണ്ടും യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. അഗൈൻ ഞാൻ പറഞ്ഞ പോലെ വിദേശയാത്ര അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും യാത്ര, എന്തെങ്കിലും ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുക, ഫാമിലിയുടെ കൂടെ പോവുക, എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, അഗൈൻ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, ഏസ് ഓഫ് കപ്സ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് കിട്ടും. ഓക്കെ, അത് ജോലിയുടെ കാര്യത്തിലായാലും ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ്റെ കാര്യത്തിലായാലും രണ്ടും ഓക്കെ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് നൈറ്റ് ഓഫ് കപ്സും ഉണ്ട് ഇവിടെ. സോ ഒരു ഓഫർ വരുന്ന പോലെയും കാണുന്നുണ്ട് എനിക്ക്. ഏതെങ്കിലും ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ജോലിയുടെ ഓഫർ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. സോ എന്തായാലും നിങ്ങളുടെ ആഗ്രഹം നടക്കുമെന്ന് തന്നെ. പക്ഷെ ഇവിടെ ഈ 2 കാർഡ്സാണ് നമ്മൾ ഒന്ന് മനസ്സിലാക്കാനുള്ളത്. ദാറ്റ് നിങ്ങൾ തടസ്സം നിങ്ങളുടെ മൈൻഡ് തന്നെയായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ്, പേടികൾ, അതൊക്കെ തന്നെയായിരിക്കും നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് ഇത് ഞാൻ പറയാൻ റീസൺ ഇത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം അല്ലേ. പുറമേ ഉള്ള സപ്പോസ് നമ്മൾ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അതുപോലെ വേറെ വ്യക്തികളാണ്. നിങ്ങൾ ആരുടെ കൂടെയാണോ എപ്പോഴും ഫ്രണ്ട്സ്, അവരുടെ കൂടെയൊക്കെ കറങ്ങുമ്പോൾ അവർ എപ്പോഴും അവരെ ലൈഫിൻ്റെ കുറേ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളടുത്ത് അത് മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നമ്മുടെ മൈൻഡും അതുപോലെ നെഗറ്റീവായി പോകും. സോ അങ്ങനെയുള്ളവരുടെ അടുത്ത് നിന്നൊക്കെ റിലേഷൻ ഒന്ന് മാറി നിൽക്കാം. ഓക്കെ, അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡിക്ഷൻസ്, ഓക്കെ, അങ്ങനത്തെ ഉള്ളതിൽ നിന്ന് നിങ്ങളൊരു മാറാനുണ്ട്. ആൻഡ് തീരുമാനം, ഐ തിങ്ക് ഇവിടെ ഒരു ഡിസിഷൻ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആദ്യം എന്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത് എന്ന് നിങ്ങളും തീരുമാനിക്കാം. ഓക്കെ, ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക ആദ്യം. ഓക്കെ, ആൻഡ് ഹോൾഡ് ബാക്ക് ചെയ്യണ്ട. ഓക്കെ, നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾ കാര്യങ്ങൾ നടക്കുമോ നടക്കില്ലേ എന്ന് പേടിച്ച് നമ്മൾ അവനവനെ ഒന്ന് പുറകോട്ട് വലിക്കും. ഓക്കെ, അത് ചെയ്യേണ്ട. വളരെ ധൈര്യത്തോടെ, ഓക്കെ, കോൺഫിഡൻസോടെ നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, ആൻഡ് ഒറാക്കിൾ മെസ്സേജ് ഇവിടെ നോക്കാം. പ്രാക്ടീസ്, ഓക്കെ, കൗൺസിലിംഗ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്തൊക്കെ, നിങ്ങൾക്കൊരു അഡ്വൈസ് ആയിട്ട് എടുക്കാം ഇതൊക്കെ കേട്ടോ. ഓക്കെ, മ്യൂസിക്, ചിൽഡ്രൻ, ന്യൂട്രീഷൻ ആൻഡ് സ്പിരിച്വൽ ടീച്ചർ. ഓക്കെ, ചിലവർക്ക് സ്പിരിച്വൽ ഗ്രോത്തും ഉണ്ട്. വെരി ഗുഡ്. ടൈം ടു ഡിസൈഡ്. ഇതെന്താ ഞാൻ പറഞ്ഞേ? ടൈം ടു ഡിസൈഡ്. നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങൾക്ക് ആദ്യം എന്താ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കൂ. ഓക്കെ, നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ദൈവം തരും. പക്ഷേ ആ തീരുമാനം നിങ്ങളാണ് എടുക്കാത്തത്. നിങ്ങൾ മേക്ക് എ ഡിസിഷൻ ബേസ്ഡ് ഓൺ യുവർ ഹാർട്ട്സ് ട്രൂ ഡിസയേഴ്സ്. നിങ്ങൾ തീരുമാനം എടുക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. ഓക്കെ,
ആൻഡ് ഇവിടെ ഈ കാർഡ് പറഞ്ഞത് സ്പിരിച്വൽ ടീച്ചർ. ഓക്കെ, ചിലവർക്ക് ഇവിടെ നിങ്ങൾ സ്പിരിച്വൽ ഓൾറെഡി നിങ്ങൾ എന്നെ പോലെ ടാരോ റീഡേഴ്സ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ സ്പിരിച്വൽ എന്തെങ്കിലും വർക്കിലുള്ളവരായിരിക്കാം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കാം, സെമിനാർസ് എടുക്കാം. നിങ്ങൾ ചിലപ്പോൾ അതൊക്കെ ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, ഇവിടെ ഇത് കാണുന്നത്. സോ നിങ്ങൾക്ക് അതിലൊരു ഗ്രോത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, മൈൻഡ് നിങ്ങൾ ഫോക്കസ് കൊടുക്കുക അതിലേക്ക്, ഈ കാര്യങ്ങളിലേക്കൊക്കെ നല്ലോണം ഫോക്കസ് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട്. ആൻഡ് ക്ലാസ്സസ് ഒക്കെ എടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കൂടി പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, വളരെ നല്ല കാര്യമായിരിക്കും. നിങ്ങൾക്കും അതുകൊണ്ട് ഗുണമുണ്ടാവും. എപ്പോഴും നമ്മൾ അങ്ങനെയാണ്, നോളജ് നമ്മൾ ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഒരു ഗ്രോത്ത് കിട്ടും, അല്ലേ? സോ നിങ്ങളോട് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനാദ്യം നിങ്ങളെ തന്നെ പോളിഷ് ചെയ്ത് ബെറ്റർ ആക്കുക. ഓക്കെ, ആ സ്കില്ലിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക ഫസ്റ്റ്, അതിൻ്റെ ഫുൾ ഫ്ലെജ് ഡെവലപ്പ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, ആൻഡ് കൗൺസിലിംഗ് ചിലവർക്ക് യെസ് ഇത് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ചിലപ്പോൾ നിങ്ങൾ കൗൺസിലിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ഒരു കഴിവുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ വളരെ ഒരു മറ്റുള്ളവരോട് സിമ്പത്തി തോന്നുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് കാര്യങ്ങൾ മറ്റുള്ളവരെ കേൾക്കാനൊക്കെ നിങ്ങൾ നിന്ന് കൊടുക്കും. ഓക്കെ, സോ യു ഹീൽ വിത്ത് കൈൻഡ് വേർഡ്സ്, വൈസ് അഡ്വൈസ് ആൻഡ് ആൻ എംപത്തറ്റിക് ഇയർ. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരെ കാര്യങ്ങൾ കേൾക്കാനും അവർക്ക് നല്ല അഡ്വൈസ് കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിവുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ പല ജോലി കരിയർ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. ഓക്കെ, ആൻഡ് വീട്ടിലിരുന്നിട്ടായാലും ചെയ്യാമല്ലോ അങ്ങനത്തെയൊക്കെ, അല്ലേ? മ്യൂസിക് ഉണ്ട്, ചിലവർക്ക് മ്യൂസിക്കിനോട് താല്പര്യമുള്ളവരായിരിക്കാം ഇവിടെ. ഓക്കെ, അതിനെ ഡെവലപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് തീരുമാനിക്കാൻ പറയുന്നുണ്ട്. സോ ഇതിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണ്? സ്പിരിച്വൽ കാര്യങ്ങളാണോ, അതോ ജോലി അങ്ങനത്തെ കാര്യങ്ങളാണോ, ആർട്ടിസ്റ്റിക് കാര്യങ്ങളാണോ, ഓക്കെ, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണോ, എന്തൊക്കെയാണ് നിങ്ങൾ തീരുമാനിക്കാം. ചിൽഡ്രൻ എന്ന് കാണുന്നുണ്ട്. യുവർ ലൈഫ് പർപ്പസ് ഇൻവോൾവ്സ് ഹെൽപ്പിംഗ്, ടീച്ചിങ് ആൻഡ് ഹീലിംഗ് ചിൽഡ്രൻ. ഓക്കെ, ചിൽഡ്രനുമായിട്ട്, കുട്ടികളുമായിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. അതിപ്പോൾ ഫാമിലി ആവണമെന്നോ ജസ്റ്റ് ഫാമിലി ആയിട്ടും ആവാം. ഓക്കെ, നമ്മളൊരു ഫാമിലി ആയിട്ട് കുട്ടികളും കുടുംബവും ഫാമിലിയും ഒക്കെ നന്നായിട്ട് നോക്കിയിരിക്കുക, അതും നമുക്കൊരു പർപ്പസ് തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ പുറത്തുപോയി കുട്ടികളുമായിട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ചിലപ്പോൾ നമ്മളുടെ ലൈഫ് പർപ്പസ് നമ്മൾ ഫാമിലിയെ നല്ല രീതിയിൽ കെയർ ചെയ്യുക, അവരെ കാര്യങ്ങൾ നോക്കുക എന്നുമായിരിക്കാം. ഓക്കെ, ചിലവർക്ക് അങ്ങനെയും വരും. സോ അതൊരു മോശമാണെന്ന് ഒട്ടും വിചാരിക്കേണ്ട കേട്ടോ. അത് വലിയൊരു പർപ്പസ് ആണ്. ഓക്കെ, കാരണം നമ്മൾ നെക്സ്റ്റ് ജനറേഷനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. സോ അതൊരു വലിയൊരു പർപ്പസ് തന്നെയാണ്. ആൻഡ് മേ ബി ചിലപ്പോൾ ടീച്ചറായിരിക്കാം, നിങ്ങൾ ടീച്ചർ ആവാനുള്ള ആഗ്രഹം ഉണ്ടാവാം, ടീച്ചേഴ്സ് ആവാം, കാണുന്നവർ ടീച്ചേഴ്സ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്താ വേറെ എന്തൊക്കെയാണ് കുട്ടികളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, മ്യൂസിക് പഠിപ്പിക്കുന്നവർ, ഡാൻസ് പഠിപ്പിക്കുന്നവർ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ആർട്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ, കുട്ടികളുമായിട്ട് കണക്റ്റഡ് ആയിട്ട്, പക്ഷേ ഓക്കെ, കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുക അങ്ങനത്തെയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെയുള്ള കുറച്ച് പേരായിരിക്കാം ഇവിടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പർപ്പസിൽ അതുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ന്യൂട്രീഷൻ, യു കണ്ടക്ട് ഹീലിംഗ് വർക്ക് വിത്ത് യുവർ കുൾ. ഓക്കെ, ചിലവർക്ക് ഇവിടെ ഫുഡിൻ്റെ ത്രൂ, ന്യൂട്രീഷൻ ത്രൂ. ഓക്കെ, നിങ്ങൾ മേ ബി ന്യൂട്രീഷനിസ്റ്റ് ആയിരിക്കാം. ഓക്കെ, ഡോക്ടേഴ്സ്, ന്യൂട്രീഷനിസ്റ്റ്, അല്ലെങ്കിൽ ഡയറ്റിൻ്റെ അഡ്വൈസ് കൊടുക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് അങ്ങനത്തെ നല്ല നോളജ് ഉണ്ടാവും ചിലപ്പോൾ അതിനെക്കുറിച്ചൊക്കെ. ഓക്കെ, അത് നിങ്ങളെ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത് കുറച്ചുകൂടി നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ലോണം ശരിക്കും പറഞ്ഞാൽ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുപാട് വേദനിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാവും എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, സോ മേ ബി അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ഇത് കിട്ടും. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ ടാലൻസിനെയൊക്കെ നിങ്ങൾ നല്ലോണം പോളിഷ് ചെയ്ത് ബെറ്റർ ആക്കി മുന്നോട്ട് പോവുക. ഓക്കെ, എന്തെങ്കിലും കരിയറിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഫൈനാൻഷ്യൽ ഗെയിൻ വരാനുള്ള സാധ്യതയാണ്. മേ ബി ഇങ്ങനത്തെ നിങ്ങളുടെ ടാലൻസ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വരും. ഓക്കെ, അല്ലെങ്കിൽ ജോലിയുടെ ത്രൂ, കരിയറിൻ്റെ ത്രൂ. ആൻഡ് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് ആലോചിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ എനിവേ ഇവിടെ എല്ലാവർക്കും എന്തായാലും പോസിറ്റീവാണ്. ഇവിടെ നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്ന രീതിക്കാണ് നമുക്ക് കിട്ടിയത്. തീരുമാനം മാത്രം പക്ഷേ നിങ്ങളുടെ ആണ്. ഓക്കെ, നിങ്ങൾ ആദ്യം തീരുമാനിക്കാം നിങ്ങൾക്ക് എന്താ വേണ്ടത്, അല്ലേ? ടൈം ടു ഡിസൈഡ്. ഓക്കെ, ചൂസ് വാട്ട് യു വാണ്ട്. ഓക്കെ, അത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നമ്മുടെ ആ ഫോക്കസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമുക്കത് തരും. ഇല്ലെങ്കിൽ നിങ്ങളെ ക്ലാരിറ്റി ഇല്ല, പിന്നെ ഇങ്ങനെ യൂണിവേഴ്സ് തരാം, അല്ലേ? സോ നല്ലത് വരട്ടെ. എന്തായാലും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.